Hi all, welcome back to Quantitative Techniques for Business. Quantitative Techniques for Businessൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബബിലിറ്റിയെക്കുറിച്ചാണ്. പ്രോബബിലിറ്റിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രോബബിലിറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് പ്രോബബിലിറ്റി കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ടെക്നിക്കൽ ടേംസുകൾ അതേപോലെ തന്നെ ചില കൺസെപ്റ്റ്സുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് ആ ഒരു കൺസെപ്റ്റ്സുകൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ടേമാണ് എക്സ്പെരിമെൻ്റ് എന്നുള്ളത്. ആൻ എക്സ്പെരിമെൻറ്റ് ഈസ് എൻ ഓപ്പറേഷൻ വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് സം വെൽ ഡിഫൈൻഡ് ഔട്ട്കംസ്. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഔട്ട്കംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഓപ്പറേഷനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അഥവാ സിംപ്ലി നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഓർ ടെയിൽ ഈസ് ദ ഔട്ട്കം ഓഫ് ടോസിങ് എ കോയിൻ. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കമാണ് ഒന്നുകിൽ അത് ടൈലായിരിക്കും അല്ലെങ്കിൽ ഹെഡ് ആയിരിക്കും. അതേപോലെ തന്നെ പാസ് ഓർ ഫെയിൽ ഇസ് ദ ഔട്ട്കം ഓഫ് അപ്പിയറിംഗ് ഫോർ എ ടെസ്റ്റ്. ഒരു എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പാസ്സാവുക അല്ലെങ്കിൽ ഫെയിൽ ആവുക എന്നുള്ളതാണ് അവിടുത്തെ ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ therefore tossing a coin, selection of a card from a pack of playing cards, rolling a six-faced die, etc. are considered as experiment in probability. അപ്പോൾ പ്രോബബിലിറ്റിയിലെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിൻ ടോസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു 52 പ്ലേയിങ് കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് എടുക്കുക എന്നുള്ളതാണ്, പിക്ക് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു 6-faced ആയിട്ടുള്ള ഡൈ റോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഔട്ട്കം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടേമാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എക്സ്പെരിമെൻറ്റുകളും റാൻഡം ആയിക്കൊള്ളണമെന്നില്ല. ഒരു ക്ലാസ്സിൽ നിന്ന് ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിനെ ക്ലാസ് ലീഡറായിട്ട് സെലക്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ സ്വഭാവവും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയും ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒക്കെ കൺസിഡർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ സെലക്ട് ചെയ്യുന്നത് എന്തല്ല, ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെൻറ്റ് ദാറ്റ് പ്രൊഡ്യൂസ് എ ഡെഫിനിറ്റ് ഔട്ട്കം വിച്ച് കനോട്ട് ബി പ്രിഡിക്റ്റഡ് വിത്ത് സെർട്ടൈനിറ്റി. നമ്മൾ നേരത്തെ പ്രിഡിക്റ്റ് ചെയ്യാത്ത, നേരത്തെ നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കാത്ത ഒരു എക്സ്പെരിമെൻ്റ്, ഒരു ഔട്ട്കം നമുക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു എക്സ്പെരിമെൻറ്റിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയില്ല അവിടുത്തെ ഔട്ട്കം ടെയിലാണോ അല്ലെങ്കിൽ അത് ഹെഡാണോ നമുക്ക് ലഭിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകളെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അഥവാ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഔട്ട്പുട്ട്, നമുക്ക് ലഭിക്കാൻ പോകുന്ന ഔട്ട്കം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാൻഡം എക്സ്പെരിമെൻ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടേമാണ് ട്രയൽ എന്നുള്ളത്. ട്രയൽ എന്ന് പറഞ്ഞാൽ പെർഫോമിങ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് നോൺ ആസ് ട്രയൽ. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രയൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ഇവൻറ്റ്സ് എന്നുള്ളതാണ്. ഇവൻറ്റ്സ് ആർ ദ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. റാൻഡം എക്സ്പെരിമെൻറ്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പോസിബിൾ ഔട്ട്കംസിനെയാണ് നമ്മൾ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഹെഡ് ലഭിക്കും അല്ലെങ്കിൽ ടെയിൽ ലഭിക്കും. സോ ഇതാണ് അവിടുത്തെ ഇവൻറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The next sample space is the outcome of a random experiment cannot be predicted with certainty in advance. However, the possible outcomes can be specified. The sample space associated with a random experiment is the set of all possible outcomes. The sample space of a random experiment is the set of all possible outcomes of the experiment. അഥവാ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔട്ട്കം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, അത് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് നേരത്തെ തന്നെ അത് നമുക്ക് ലഭിക്കുന്നത് ടൈലാണ് നമുക്ക് ഉറപ്പ് വെച്ച് പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകളാണല്ലോ നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. സോ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ പോസിബിൾ ഔട്ട്കംസിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാമ്പിൾ സ്പേസും ഇവൻസും ഏകദേശം ഒരേപോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ രണ്ടും എന്തല്ല, ഒന്നല്ല, രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട്. അപ്പോൾ നമുക്കതിൽ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. ഇപ്പോൾ ഒരു കോയിൻ നമ്മൾ 3 തവണ ടോസ് ചെയ്യുകയാണ്. ഒരു കോയിൻ നമ്മൾ 3 തവണ ടോസ് ചെയ്യുന്നു. ഒരു കോയിൻ നമ്മൾ 3 തവണ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔട്ട്കംസ് എന്ന് പറയുന്നത് ഒന്നുകിൽ അത് 3 നമുക്ക് ഹെഡ് ലഭിച്ചേക്കാം, അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ടൈലും പിന്നെ 2 ഹെഡ് ലഭിച്ചേക്കാം. അതേ പ്രകാരം ഒരു ഹെഡും ഒരു ടൈലും ഒരു ഹെഡും ലഭിച്ചേക്കാം. അല്ലെങ്കിൽ ആദ്യത്തെ 2 ഹെഡും പിന്നെ ഒരു ടൈലും ലഭിച്ചേക്കാം. അതേപോലെ തന്നെ ആദ്യത്തെ 2 ടൈലും പിന്നെ ഹെഡും ലഭിച്ചേക്കാം. അതേപോലെ
അതേപോലെ ഒരു ടെയിലും പിന്നെ ഒരു ഹെഡും പിന്നെ ഒരു ടെയിലും ലഭിക്കാം, ഒരു ഹെഡും 2 ടൈലുകളും ലഭിക്കാം, അതേപോലെ തന്നെ 3 ടൈലുകൾ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കാം. ഇതിനെയാണ് നമ്മൾ ഔട്ട്കംസ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെ നമ്മൾ ഇവന്റുകളാക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, നിങ്ങൾ ഇതിൽ ഇവന്റുകളാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രകാരമായിരിക്കും. ഒന്നുകിൽ നമുക്ക് 3 ഹെഡ്സ് ലഭിക്കും, അല്ലെങ്കിൽ നമുക്ക് 3 ടൈൽ ലഭിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരു ഹെഡും 2 ടൈലും ലഭിക്കും, അല്ലെങ്കിൽ നമുക്ക് 2 ഹെഡും 1 ടൈലും ലഭിക്കും. അപ്പോൾ ഇതാണ് ഇവന്റ്സും അതേപോലെ സാമ്പിൾ സ്പേസും തമ്മിലുള്ള വ്യത്യാസം. അഥവാ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻഡ് ആണ്, കുറച്ചും കൂടെ എന്താ പറയുക, അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. അഥവാ ഒന്നാമത്തെ ഹെഡ് ലഭിക്കുന്നു, രണ്ടാമത്തെ ഹെഡ് ലഭിക്കുന്നു, മൂന്നാമത്തെ ഹെഡ് ലഭിക്കുന്നു, അതേപോലെ ഒന്നാമത്തെ ടൈൽ ലഭിക്കുന്നു, പിന്നെ ഹെഡ് ലഭിക്കുന്നു, പിന്നെ ഹെഡ് ലഭിക്കുന്നു, അല്ലെ, ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ്. എന്നാൽ ഇവന്റ്സ് എന്ന് പറയുന്നത് അതിന് ഒരു സമ്മറി രൂപത്തിൽ നമുക്ക് പറയുന്നു. അഥവാ 3 ഹെഡ് ലഭിക്കുന്നു, ഒരു ഹെഡും 2 ടൈലും ലഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു ടൈലും 2 ഹെഡും ലഭിക്കുന്നു, ഇങ്ങനെ അതിനെ കുറച്ചും കൂടെ ബ്രീഫായിട്ട് പറയുന്നതാണ് നമ്മളിവിടെ ഇവന്റ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഒരു 6 ഫേസ്ഡ് ആയിട്ടുള്ള ഡൈ നമ്മൾ ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ലഭിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത്, അവിടെ ലഭിക്കുന്ന ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്താണ്? 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് ആണ്. 1 2 3 4 5 6 എന്നുള്ള നമ്പേഴ്സ് ആണ്. എന്നാൽ ഇവിടെ 2 ഇവന്റ്സ് ആണ് സംഭവിക്കുന്നത്. ഒന്നുകിൽ നമുക്ക് അവിടെ ഈവൻ നമ്പർ ലഭിക്കും, അല്ലെങ്കിൽ ഓഡ് നമ്പർ ലഭിക്കും, അല്ലെ, ഒന്നുകിൽ നമുക്ക് ഒറ്റ സംഖ്യ ലഭിക്കും, അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ലഭിക്കും. അപ്പൊ ഇത്തരത്തിൽ പറയുന്നതിനെയാണ് നമ്മൾ ഇവന്റ്സ് എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻഡ് ആയിട്ട് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിൾ സ്പേസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സാമ്പിൾ സ്പേസും ഇവന്റ്സും റാൻഡം എക്സ്പെരിമെന്റിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്കംസ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് മറ്റൊരു ടേം പറയുന്നത് എക്സോസ്റ്റീവ് ഇവന്റ് ആണ്. എക്സോസ്റ്റീവ് ഇവന്റ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് ഇവന്റ്സ് ഈസ് സെഡ് ടു ബി എക്സോസ്റ്റീവ് ഇഫ് ഓൾ ദ ഇവന്റ്സ് ടുഗദർ കൺസ്യൂം ദി എൻറ്റയർ സാമ്പിൾ സ്പേസ്. നമ്മുടെ എൻറ്റയർ സാമ്പിൾ സ്പേസും കൺസ്യൂം ചെയ്യുന്ന ഇവന്റ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സോസ്റ്റീവ് ഇവന്റ്സ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഓൾ ദി പോസിബിൾ ഔട്ട്കംസ് ഓഫ് ദ ഗിവൺ എക്സ്പെരിമെന്റ് ആർ നോൺ ആസ് എക്സോസ്റ്റീവ് ഇവന്റ്. നമ്മൾ നടത്തുന്ന എക്സ്പെരിമെന്റിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ പോസിബിൾ ഔട്ട്കംസും എന്തായിരിക്കും? അത് എക്സോസ്റ്റീവ് ഇവന്റ്സ് ആയിരിക്കും. അഥവാ ഒരു എക്സാമ്പിൾ പറയുന്നു, നമ്മളൊരു ഡൈ ത്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ലഭിക്കുന്ന ഇവന്റ്സ് മീൻസ് അവിടെ നമുക്ക് ലഭിക്കുന്ന ഔട്ട്കംസ് അതെല്ലാം എന്താണ്? എക്സോസ്റ്റീവ് ഇവന്റ് ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എക്സോസ്റ്റീവ് ഇവന്റ്സ് എന്ന് പറയുന്നത് ഒരു സാമ്പിൾ സ്പേസിനകത്ത് വരുന്ന എല്ലാ ഇവന്റുകളെയുമാണ് അവിടെ ഒരു എക്സോസ്റ്റീവ് ഇവന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഫേവറബിൾ ഇവന്റ്സ് ആണ്. ഫേവറബിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ ദോസ് ഔട്ട്കംസ് ഓഫ് എ ട്രയൽ ഇൻ വിച്ച് എ ഗിവൺ ഇവന്റ് മേ ഹാപ്പൻ ആർ കോൾഡ് ഫേവറബിൾ കേസ് ഫോർ ദാറ്റ് ഇവന്റ്. അഥവാ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഇവന്റിനെയാണ് നമ്മൾ ഫേവറബിൾ ഇവന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട്, ഒരു ഔട്ട്കം അവിടെ ലഭിക്കുന്നുവെങ്കിൽ അതിനെയാണ് ഫേവറബിൾ ഇവന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ലിസ്റ്റ് ഔട്ട് ദ നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ്സ് ഓഫ് ഗെറ്റിംഗ് എ സം ഓഫ് 5 വെൻ 2 ഡൈസ് ആർ ത്രോൺ ടുഗദർ. 2 ഡൈ നമ്മൾ ഒരുമിച്ച് ത്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ 2 ഡൈ ഒരുമിച്ച് ത്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 സമ്മായിട്ട് ലഭിക്കുന്ന എത്ര ഇവന്റ്സുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അഥവാ ഒന്നാമത്തെ ഡൈ നമ്മൾ ത്രോ ചെയ്യുന്നു, അവിടെ നമുക്ക് 2 ലഭിക്കുന്നു. രണ്ടാമത്തെ ഡൈ നമ്മൾ ത്രോ ചെയ്യുന്നു, അവിടെ നമുക്ക് 3 ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2 + 3 എന്തായിരിക്കും? നമുക്ക് 5 കിട്ടും, അല്ലെ? ഈ രൂപത്തിൽ 5 ലഭിക്കുന്നു. അപ്പോൾ 4ഉം 1ഉം കിട്ടിയാൽ 5 കിട്ടും, അതേപോലെ 2ഉം 3ഉം കിട്ടിയാൽ നമുക്ക് 5 കിട്ടും, അതേപോലെ 3ഉം 2ഉം കിട്ടിയാൽ 5 കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവന്റ്സുകളെ, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഇവന്റ്സുകളെയാണ് നമ്മൾ ഫേവറബിൾ ഇവന്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ഈക്വലി ലൈക്ലി ഇവന്റ്സ് ആണ്. If the likelihood of happening of 2 or more events are same, they are known as equally likely events. രണ്ടോ അതിലധികമോ ഇവന്റ്സുകളുടെ ഹാപ്പനിങ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്? സെയിം ആയിട്ട് വരികയാണെങ്കിൽ, രണ്ടോ അതിലധികമോ ഇവന്റ്സ് സെയിം ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഈക്വലി ലൈക്ലി ഇവന്റ്സ് എന്ന് പറയുന്നത്. അഥവാ ഒരു എക്സാമ്പിൾ പറയുന്നു, ഹെഡ് ഓർ ടൈൽ വൈൽ ടോസിങ് എ കോയിൻ ഇസ് 1/2 ഈച്ച്, അല്ലെ? അവിടെ 2 ഓപ്ഷൻ ആണല്ലോ, ഒന്നുകിൽ ഹെഡ് വരും അല്ലെങ്കിൽ ടൈൽ വരും. അപ്പോൾ ഇത് രണ്ടും സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ്? ഒരേപോലെ തന്നെയാണ്, അല്ലെ? അതേപോലെ തന്നെ ഒരു 6 ഫേസ്ഡ് ഡൈ നമ്മൾ ത്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് ലഭിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ്? ഒരേപോലെയാണ്, അല്ലെ? അഥവാ അപ്പോൾ ഇവിടെ 1 ലഭിക്കാനുള്ള സാധ്യതയും 2 ലഭിക്കാനുള്ള സാധ്യതയും ഒക്കെ എന്താണ്? ഒരേപോലെയാണ്. ഇത്തരത്തിലുള്ള ഇവന്റ്സുകളെയാണ് നമ്മൾ ഈക്വലി ലൈക്ലി ഇവന്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതേസമയം പാസ് ഓർ ഫെയിൽ ഇൻ ആൻ എക്സാമിനേഷൻ എന്നുള്ളത് എന്തല്ല? ഈക്വലി ലൈക്ലി ഇവന്റ് അല്ല. അവിടെ അതിൻ്റെ ആളുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും, അല്ല? അതേപോലെ തന്നെ സെലക്ടഡ് ഓർ നോട്ട് സെലക്ടഡ് ഇൻ ആൻ ഇന്റർവ്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈക്വലി ലൈക്ലി അല്ല. പക്ഷേ നമുക്ക് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അവിടെ ഹെഡ് വരാനും ടൈൽ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ്? ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് അത് ഈക്വലി ലൈക്ലി ഇവന്റ് ആണെന്ന് പറയാം. The next mutually exclusive events ആണ്. Mutually exclusive events എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the 2 or more events are said to be mutually exclusive if the occurrence of any one of them means that the other events will not occur.
ഒരു ഇവന്റ് സംഭവിക്കുന്ന സമയത്ത് മറ്റൊരു ഇവന്റ് സംഭവിക്കില്ല എങ്കിൽ അതിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറയുന്നത്. അഥവാ ഇൻ അതർ വേർഡ്സ് ടു ഇവന്റ്സ് ആർ സെഡ് ടു ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇഫ് ബോത്ത് ഓഫ് ദം വിൽ നോട്ട് ഒക്യൂർ സൈമിൾട്ടേനിയസ്ലി. രണ്ട് ഇവന്റുകൾ ഒരേ സമയം സംഭവിക്കില്ല, അത്തരത്തിലുള്ള ഇവന്റുകളെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. അഥവാ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡും ടൈലും ഒരുമിച്ച് ലഭിക്കില്ല. ഒരു എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പാസും ഫെയിലിയറും ഒരുമിച്ച് സംഭവിക്കില്ല. ഒരു 6 ഫേസ്ഡ് ഡൈ നമ്മൾ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1ഉം 2ഉം ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും നമുക്ക് ഒരുമിച്ച് ലഭിക്കില്ല. അല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. രണ്ട് ഇവന്റ്സുകൾ ഒരേ സമയം സംഭവിക്കില്ല, അതിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. എന്നാൽ നെക്സ്റ്റ് പറയുന്നത് മ്യൂച്വലി നോൺ എക്സ്ക്ലൂസീവ് ആണ്. അഥവാ നേരെ ഓപ്പോസിറ്റ്, രണ്ട് ഇവന്റ്സുകൾ ഒരുമിച്ച് സംഭവിച്ചേക്കാം, അതിനെയാണ് നമ്മൾ മ്യൂച്വലി നോൺ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. ഒരു 52 പ്ലേയിങ് കാർഡ്സിൽ നിന്ന് നമ്മളൊരു കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലവറും കിങ്ങും ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? അങ്ങനെ രണ്ട് ഇവന്റുകൾ ഒരുമിച്ച് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനെയാണ് മ്യൂച്വലി നോൺ എക്സ്ക്ലൂസീവ് ഇവന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സിമ്പിൾ ഓർ എലമെന്ററി ഇവന്റ് ആണ്. ആൻ ഇവന്റ് ഈസ് സെഡ് ടു ബി സിമ്പിൾ ഓർ എലമെന്ററി ഇവന്റ് ഇഫ് ദർ ഈസ് ഓൺലി വൺ എലമെന്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ് ഇൻ ദ സെറ്റ് റെപ്രസെന്റിങ് ആൻ ഇവന്റ്. ഒരു ഇവന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു എലമെന്റ് മാത്രമാണ് ആ ഒരു സാമ്പിൾ സ്പേസിനകത്ത് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സിമ്പിൾ ഓർ എലമെന്ററി ഇവന്റ് എന്ന് പറയുന്നത്. then മറ്റൊന്ന് കോമ്പൗണ്ട് ഇവന്റ് ആണ്. ഇഫ് ദർ ആർ മോർ ദാൻ വൺ എലമെന്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ് ഇൻ ദ സെറ്റ് റെപ്രസെന്റിങ് ആൻ ഇവന്റ്. ഒരു ഇവന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ എലമെന്റുകൾ ഒരു സാമ്പിൾ സ്പേസ് ഒരു സെറ്റിനകത്ത് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ട് ഇവന്റ് എന്ന് പറയുന്നത്. അഥവാ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, വൈൽ ത്രോയിങ് എ ഡൈ ഇവന്റ് ഓഫ് ഗെറ്റിംഗ് 4 ഈസ് ആൻ എലമെന്ററി ഇവന്റ്. അഥവാ ഒരു ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് അവിടെ 4 ലഭിക്കുക എന്നുള്ളത് എന്താണ്? അവിടെ ഒരു എലമെന്ററി ഇവന്റ് ആണ്. കാരണം അവിടെ 4 എന്ന് പറയുന്നത് 1 മാത്രമാണ് ഉള്ളത്. എന്നാൽ ബട്ട് ദ ഇവന്റ് ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ ഈസ് എ കോമ്പൗണ്ട് ഇവന്റ്. അവിടെ നമുക്ക് ഓഡ് നമ്പർ ലഭിക്കുക എന്നുള്ളത് എന്താണ്? അവിടെ കോമ്പൗണ്ട് ഇവന്റ് ആണ്. കാരണം ഓഡ് നമ്പറായിട്ട് 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, ഇതെല്ലാം എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ എലമെന്ററി ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിനകത്ത് സാമ്പിൾ സ്പേസിനകത്ത് ഒരു എലമെന്റ് മാത്രമാണ് ഒരു ഇവന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അതിനെയാണ് സിമ്പിൾ അല്ലെങ്കിൽ എലമെന്ററി ഇവന്റ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റില് അല്ലെങ്കിൽ ഒരു സാമ്പിൾ സ്പേസിനകത്ത് ഒന്നിൽ കൂടുതൽ എലമെന്റുകൾ ഒരു ഇവന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ട് ഇവന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോംപ്ലിമെന്ററി ഇവന്റ് ആണ്. കോംപ്ലിമെന്ററി ഇവന്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എ ബാർ, എ റൈസ് ടു സി അല്ലെങ്കിൽ എ ഡാഷ് എന്നുള്ള ഈ ഒരു സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് കോംപ്ലിമെന്ററി ഇവന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. കോംപ്ലിമെന്ററി ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദ കോൺട്രഡിക്ഷൻ, ജെനയൽ ഓർ ആബ്സെൻസ് ഓർ ഓപ്പോസിറ്റ് ഓഫ് ദ ഗിവൺ ഇവന്റ്. നമുക്ക് നൽകിയിട്ടുള്ള ഇവന്റിന്റെ ഓപ്പോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോംപ്ലിമെന്ററി ഇവന്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെയിൽ ഈസ് ദ കോംപ്ലിമെന്ററി ഇവന്റ് ഓഫ് ഹെഡ്. ഹെഡിന്റെ ഓപ്പോസിറ്റ് ആണ്. അഥവാ നമുക്കൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ എന്തുണ്ട്? ടെയിൽ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ ഒരാൾ പാസ്സായി എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് അവിടെ ഫെയിൽ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെ? ഒരു 6 ഫേസ്ഡ് ഡൈനകത്ത് നമുക്ക് ഓഡ് നമ്പേഴ്സ് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? ഈവൻ നമ്പേഴ്സ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ കോംപ്ലിമെന്ററി ഇവന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഇവന്റുകളുടെ ബാക്കി വേണം, അല്ലെങ്കിൽ ബാക്കി എന്ന് നമുക്ക് പറയാവുന്നതാണ്. ദ ഡിപ്പെൻഡന്റ് ഇവന്റ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ആൻ ഇവന്റ് ഈസ് സെഡ് ടു ബി ഡിപ്പെൻഡന്റ് ഇഫ് ദ ഒക്യൂറൻസ് ഓഫ് ദാറ്റ് ഇവന്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഒക്യൂറൻസ് ഓർ നോൺ ഒക്യൂറൻസ് ഓഫ് അനദർ ഇവന്റ്. ഒരു ഇവന്റ് മറ്റൊരു ഇവന്റുമായി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ ഡിപ്പെൻഡന്റ് ഇവന്റ് എന്ന് പറയുന്നത്. അഥവാ ഒരു ഇവന്റ് എന്ത് ചെയ്യുന്നു? മറ്റൊരു ഇവന്റുമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഒന്നുകിൽ ഈ ഇവന്റിന്റെ ഒക്യൂറൻസിനെയോ അല്ലെങ്കിൽ നോൺ ഒക്യൂറൻസിനെയോ മറ്റൊരു ഇവന്റ് എന്ത് ചെയ്യാണ്? അത് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിപ്പെൻഡന്റ് ഇവന്റ് എന്ന് പറയുന്നത്. സിമിലർലി ആൻ ഇവന്റ് ഈസ് സെഡ് ടു ബി ഇൻഡിപെൻഡന്റ് ഇഫ് ദ ഒക്യൂറൻസ് ഓഫ് ദാറ്റ് ഇവന്റ് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഒക്യൂറൻസ് ഓർ നോൺ ഒക്യൂറൻസ് ഓഫ് അനദർ ഇവന്റ്. ഒരു ഇവന്റിന്റെ ഒക്യൂറൻസ് എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഇവന്റിന്റെ നോൺ ഒക്യൂറൻസ് മറ്റൊരു ഇവന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അവിടെ ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്നും പറയും. ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി ഇവിടെ എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. 2 പ്ലേയിങ് കാർഡ്സ് ആർ ഡ്രോൺ വൺ ആഫ്റ്റർ അനദർ വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. നമ്മൾ 2 പ്ലേയിങ് കാർഡ്സുകൾ ഒരു സെറ്റ് കാർഡിൽ നിന്ന് എടുക്കുന്നു, വൺ ആഫ്റ്റർ അനദർ, ഒന്നിനു ശേഷം ഒന്നായിട്ട് നമ്മൾ എടുക്കുന്നു, വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. നമ്മളത് റീപ്ലേസ് ചെയ്യുന്നില്ല. അഥവാ ഒരു കാർഡ് എടുക്കുന്നു, അത് നമ്മുടെ കയ്യിൽ വെക്കുന്നു, എന്നിട്ട് അടുത്ത കാർഡ് നമ്മൾ ആ ഒരു സെറ്റിൽ നിന്ന് എടുക്കുന്നു, നമ്മൾ കാർഡ് തിരിച്ചു വെക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സ്പെരിമെന്റിൽ ദി ഒക്യൂറൻസ് ഓഫ് സെലക്ഷൻ ഓഫ് ഫസ്റ്റ് കാർഡ് ഈസ് ഇൻഡിപെൻഡന്റ്. നമ്മൾ ആ ഫസ്റ്റ് കാർഡ് എടുക്കുക എന്നുള്ളത് എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്.
കാരണം അതിൻ്റെ റിസൾട്ട് മറ്റൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല അല്ലേ. നമ്മൾ ആ ഒരു കാർഡ് എടുക്കുന്നത് മറ്റൊരു കാർഡുകളും എന്ത് ചെയ്യുന്നില്ല, ഈ കാർഡ് എടുക്കുന്നതിൻ്റെ റിസൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഔട്ട്കത്തിന് റിസൾട്ട് എന്ത് ചെയ്യുന്നില്ല, ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ബട്ട് ദ ഔട്ട്കം ഓഫ് സെക്കൻഡ് കാർഡ് ഈസ് ഡിപ്പെൻഡൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വിച്ച് കാർഡ് വാസ് ടേക്കൺ ഫസ്റ്റ്. നമ്മൾ ആദ്യം ഏത് കാർഡാണോ എടുത്തത് അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും രണ്ടാമത്തെ കാർഡ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ്, ഡിപ്പെൻഡൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാർഡ് എടുത്തതുകൊണ്ട് ഇനി ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ കാർഡ് നമുക്ക് രണ്ടാമത് ലഭിക്കില്ലല്ലോ അല്ലെ. അപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ അതുകൊണ്ട് അത് ഡിപ്പെൻഡൻറ്റ് ഇവന്റ് ആണെന്ന് നമുക്ക് പറയാം. അതാണ് ഇൻഡിപെൻഡൻറ്റ് ഇവന്റും അതേപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് ഇവന്റും തമ്മിലുള്ള വ്യത്യാസമായിട്ട് പറയുന്നത്. ഡിപ്പെൻഡൻറ്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇവന്റ് സംഭവിക്കാൻ മറ്റു ഇവന്റുകളുടെ ഇൻഫ്ലുവൻസിങ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. മറ്റൊരു ഇവന്റ് സംഭവിച്ചോ അല്ലെങ്കിൽ സംഭവിച്ചില്ലയോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇവന്റ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ മറ്റു ഇവന്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു ഇവന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ഓഡ്സ് ഇവന്റ് ആണ്. ഓഡ്സ് എന്ന് പറഞ്ഞാൽ മീൻസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ടു ദ നമ്പർ ഓഫ് അൺഫേവറബിൾ ഔട്ട്കംസ്. ഫേവറബിൾ ഔട്ട്കമും അതേപോലെ തന്നെ അൺഫേവറബിൾ ഔട്ട്കവും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ ഓഡ്സ് ഓഫ് ഇവന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.